ഹേ ഗായ്സ്, രാവിലെ എല്ലാ പണികളും ഒരുക്കി സാവധാനം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്ന് എവിടെയും പോകാനില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നാണ് ജാഷ്ക പറയുന്നത്, വേഗം മാറ്റിക്കോ, ഇന്നൊരു ഷൂട്ടുണ്ട്, പെട്ടെന്ന് പോകണം, പെട്ടെന്ന് എത്തണം എന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് 4 മൈലിലേക്കാണ്. 4 മൈൽ പീച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. പീച്ചങ്കോടുള്ള സെറാ ലൈറ്റ്സിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഇന്ന് ഷൂട്ടുള്ളത്. ഷൂട്ട് എന്ന് പറഞ്ഞത് ആർട്ട് ഷൂട്ടിൻ്റെ കാര്യമാണ്. അങ്ങനെ നമ്മൾ ഷോപ്പ് ഫുള്ള് വിസിറ്റ് ചെയ്തു. അടിപൊളി ഷോപ്പ് തന്നെയാണ്. വയനാട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഷോപ്പ് തന്നെയാണ് കേട്ടോ ലൈറ്റ്സിൻ്റെത്. ഹാങ്ങിങ് ലൈറ്റ്സ്, വാൾ ലൈറ്റ്സ്, അതുപോലെ കാലിയോഗ്രാഫി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. എല്ലാം അടിപൊളി തന്നെയാണ്. ഈ ലൈറ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളെ വീടും ഒരു കൊട്ടാരമാക്കാം. വീടുകളിലേക്കും മാത്രമല്ല കേട്ടോ, ആരാധനാലയങ്ങൾ, അതുപോലെ ഓഡിറ്റോറിയങ്ങൾ, റിസോർട്ടുകൾ, ഇവിടേക്കൊക്കെ ആവശ്യമാണല്ലോ. എന്തായാലും അടിപൊളി ലൈറ്റ്സുകളാണ്. സെറാ ലൈറ്റ്സിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവരെന്തൊക്കെയോ ഓഫറുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറാ ലൈറ്റ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് 4 മൈൽ തരുവണ റോഡ് പീച്ചങ്കോടാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടത് കൽപ്പറ്റ എസ്റ്റോയിലേക്കാണ്. എത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഫുഡെല്ലാം വാങ്ങി മേലെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ലല്ലു സാറ് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചു. നമ്മളിതാ മന്തിയാണ് വാങ്ങിയത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇവരെ ഓഫീസിലേക്ക് പോയി. ഇവർക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു എന്നാൽ ഒരു ഫിലിമിന് പോകാമെന്ന്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഫിലിമിന് വരുന്നത്. ലല്ലൂസിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിലിമിന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ലല്ലൂണിയും കൊണ്ടാണ് വരുന്നത്. ഓന് തല്ലാടി നോക്കുന്നുണ്ട്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മൾ ഓടി കയറുകയാണ് കേട്ടോ. കാരണം കറക്റ്റ് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. ടിക്കറ്റൊക്കെ കൊടുത്തു. അപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഡൊക്കെ കഴിഞ്ഞിട്ട് ഫിലിം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ടാണ് ജൈത്രയിലേക്ക് വരുന്നത്. എന്തായാലും ഇതാ നമുക്ക് മേലെ തന്നെയാണ് സീറ്റൊക്കെ കിട്ടിയത്. നമ്മൾ സാഹസ് എന്ന് പറഞ്ഞ മൂവി കാണാനാണ് കേട്ടോ വന്നത്. മൂവി അടിപൊളി തന്നെയായിരുന്നു. ലല്ലുവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഓൻ എന്താവുമെന്ന് അറിയില്ലല്ലോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ ഇതാ മൂവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എണീച്ചത്. അങ്ങനെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാവരും ഇറങ്ങിയിട്ടോ. അടിപൊളി പടം തന്നെയാണ്. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.